നമസ്കാരം. ഫൈസാബാദ് ജനത നന്ദി കെട്ടവരാണോ? ആണെന്നാണ് ബി ജെ പിക്കാരിൽ ചിലരെങ്കിലും കരുതുന്നത്. ശ്രീരാമ പ്രതിഷ്ഠയുമായി അടുത്തിടെ തുറന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ ബി ജെ പി ദയനീയമായ തോൽവി ഏറ്റുവാങ്ങിയതിനു ശേഷം പാർട്ടിയുടെ അനുയായികളും വലതുപക്ഷ തീവ്രവാദികളും ബി ജെ പിക്കെതിരെ വോട്ട് ചെയ്തതിന് അയോധ്യയിലെ ജനങ്ങൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി രാമന്റെ പേരിൽ വോട്ട് തേടിയിട്ടും പ്രതിപക്ഷത്തിന്റെ ദളിത് സ്ഥാനാർത്ഥി വിജയിച്ചു വന്നതാണ് അവരെ പ്രകോപിപ്പിച്ചത്. ഫൈസാബാദ് മണ്ഡലത്തിലെ പരാജയത്തെ തുടർന്ന് മോദി രാമൻ എന്ന ദൈവത്തെ തന്നെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. ജൂൺ 4 ഫലത്തെ തുടർന്ന് രാമനെയോ അയോധ്യയെയോ പരാമർശിക്കുമ്പോൾ ബി ജെ പി ക്യാമ്പിൽ കനത്ത നിശബ്ദതയാണ് ആദ്യം ഉടലെടുത്തത്. പിന്നെ അത് രാമനോട് തന്നെയുള്ള അനാദരമായി മാറി. ബി ജെ പി ചായ്വുള്ള സോഷ്യൽ മീഡിയ സംഘികൾ അയോധ്യയിലെ ജനങ്ങൾക്കെതിരെ ഓൺലൈനിൽ ആരംഭിച്ച വിദ്വേഷ പ്രചാരണവും തോൽവിയെ തുടർന്ന് രാമന്റെ പേര് തന്നെ ബി ജെ പി ഒഴിവാക്കിയതും നന്ദികെട്ടതും അവസരവാദപരവുമാണെന്ന ആക്ഷേപമാണ് അവരിപ്പോൾ നേരിടുന്നത്. പതിറ്റാണ്ടുകളായി രാമനെ രാഷ്ട്രീയത്തിന്റെ നടുത്തളത്തിൽ പ്രതിഷ്ഠിക്കാൻ ശ്രദ്ധിച്ച ബി ജെ പി 2024 രാമന്റെ പേരിലാണ് തീവ്രമായ പ്രചാരണം നടത്തിയത്. എന്നാൽ ഫലം എതിരായപ്പോൾ രാമൻ ഔട്ടായി. രാമനെ കൊണ്ടുവന്നവരെ ഞങ്ങൾ അധികാരത്തിൽ കൊണ്ടുവരും എന്ന് അയോധ്യ പറയുമെന്നാണ് അവർ കരുതിയത്. പക്ഷേ ജനവിധി മറിച്ചായി. ബാബരി മസ്ജിദ് സ്ഥിതി ചെയ്ത അതേ സ്ഥലത്ത് രാമക്ഷേത്രം പണിഞ്ഞതിനുള്ള പ്രതിഫലമായി വോട്ട് ചോദിച്ച ബി ജെ പിയുടെ പരാജയം ആരും കണക്കുകൂട്ടിയിരുന്നില്ല. സമാജ്വാദി പാർട്ടിയുടെ അവതേഷ് പ്രസാദ് എന്ന ദളിത് നേതാവ് ഫൈസാബാദിൽ ബി ജെ പിയുടെ സിറ്റിംഗ് എം പി ആയ ലല്ലു സിംഗിനെ പരാജയപ്പെടുത്തിയതോടെ ബി ജെ പി അനുകൂലികൾ അയോധ്യയിലെ ജനങ്ങളെ വീക്ഷിക്കുന്ന രീതിക്ക് മാറ്റം വന്നു. വാസ്തവത്തിൽ ജൂൺ 4 മുതൽ അയോധ്യ പോലീസ് സൈബർ സെല്ലിൽ പരാതികൾ നിറഞ്ഞിരിക്കുകയാണ്. അവരിൽ പലരും ഹിന്ദുത്വ പക്ഷപാതികളാണെന്നതാണ് വസ്തുത. അയോധ്യയിലെ വോട്ടർമാരെ അധിക്ഷേപിക്കാനും പ്രത്യേകിച്ച് വിജയിച്ച പ്രസാദിനെ ജാതീയമായി അധിക്ഷേപിക്കാനും പ്രചാരണം നടത്തിയതിന്റെ പേരിലാണ് പരാതികൾ ഏറെയും. ഹിന്ദുത്വ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു പുതിയ ഇന്ത്യയുടെ കെട്ടിടമായാണ് മോദി മന്ദിരത്തെ ഉയർത്തിക്കാട്ടിയത്. 1980കളുടെ അവസാനത്തിലും 1990കളുടെ തുടക്കത്തിലും രാമക്ഷേത്ര പ്രസ്ഥാനം കേന്ദ്രത്തിലും പല സംസ്ഥാനങ്ങളിലും ബി ജെ പിയെ അധികാരത്തിലെത്തിച്ചു എന്നത് വസ്തുതയാണ്. രാമക്ഷേത്രം പണിയുമെന്ന വാഗ്ദാനവുമായാണ് പാർട്ടി പല തിരഞ്ഞെടുപ്പുകളിലും മത്സരിച്ചത്. എന്നാൽ 2024 തിരഞ്ഞെടുപ്പിൽ ഹിന്ദുത്വയുടെ ഏറ്റവും വലിയ നേട്ടമായി ബി ജെ പി പണിതീരാത്ത ഒരു ക്ഷേത്രം ജനങ്ങൾക്ക് തുറന്നുകൊടുത്തത് തന്നെ അവർക്ക് തിരിച്ചടിയായി. പാർട്ടിക്ക് ദൈവവുമായുള്ള ബന്ധം ഭക്തിയേക്കാൾ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നതായിരുന്നു ബി ജെ പിയുടെ പ്രചാരണം. 80 എം പിമാരെ ലോക്സഭയിലേക്ക് അയക്കുന്ന സംസ്ഥാനമായ ഉത്തർപ്രദേശിനെ കുറിച്ചോ രാമക്ഷേത്രത്തെക്കുറിച്ചോ ശ്രീരാമചന്ദ്രനെ കുറിച്ചോ മോദി തന്റെ വിജയപ്രസംഗത്തിൽ പരാമർശിച്ചില്ല. NDA യോഗത്തിൽ സഖ്യകക്ഷികളെ അഭിസംബോധന ചെയ്തപ്പോഴും മോദി ജഗന്നാഥനെയാണ് പാവങ്ങളുടെ ദൈവം എന്ന് വാഴ്ത്തിയത്. രാമരാജ്യത്തെക്കുറിച്ചോ ജയ് ശ്രീരാം എന്ന മുദ്രാവാക്യത്തെക്കുറിച്ചോ മിണ്ടിയില്ല. ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ എക്കാലത്തും രാമനായിരുന്നു പ്രാമുഖ്യം. 2019 സുപ്രീം കോടതി വിധിയെ തുടർന്ന് നിർമ്മിച്ച ക്ഷേത്രം മറക്കാതിരിക്കാൻ ക്ഷേത്രം നിർമ്മിച്ചതിന്റെ പ്രതിഫലമായി പാർട്ടി ഹിന്ദു വോട്ടുകൾ അഭ്യർത്ഥിക്കുക മാത്രമല്ല, രാഷ്ട്രീയമായി നടത്തിയ പ്രാൺപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാത്തതിന് പ്രതിപക്ഷ നേതാക്കളെ പിശാചുക്കളാണെന്ന് വിളിച്ച് ആക്ഷേപിക്കുകയും ചെയ്തിരുന്നു. രാമഭക്തരും രാമദ്രോഹികളും തമ്മിലുള്ള മത്സരമെന്നാണ് തിരഞ്ഞെടുപ്പിനെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വിശേഷിപ്പിച്ചത്. എന്നാൽ യു-പിയിലെ രാഷ്ട്രീയ തോൽവിയെ തുടർന്ന് രാമന്റെ പേരിൽ ശക്തമായ പ്രചാരണം നടത്തിയ ആദിത്യനാഥും ഇപ്പോൾ മൗനം പാലിക്കുകയാണ്. എന്തുകൊണ്ടാണ് അയോധ്യയിലും സമീപ സീറ്റായ അംബേദ്കർ നഗർ, ബസ്തി, ബരാബങ്കി എന്നീ സീറ്റുകളും ബി ജെ പിക്ക് നഷ്ടമായതെന്ന് പാർട്ടി ഇതുവരെ പൊതുജനങ്ങളോട് വിശദീകരിച്ചിട്ടില്ല. 1980കളിലെയും 1990കളിലെയും രാം മന്ദിർ പ്രസ്ഥാനത്തിലെ ബി ജെ പിയുടെ OBC ചിഹ്നമായ കല്യാൺ സിംഗിന്റെ മകൻ രാജ്വീർ സിംഗിന്റെ കൈവശമുള്ള സീറ്റായ എറ്റായും പാർട്ടിക്ക് നഷ്ടപ്പെട്ടു. ജൂൺ 4 അധികാരത്തിൽ തുടരാനുള്ള അവകാശവാദം ഉന്നയിച്ച് NDA യോഗത്തിൽ നടത്തിയ പ്രസംഗത്തിൽ ജയ് ശ്രീരാമിന് പകരം ജയ് ജഗന്നാഥ് എന്ന് വിളിച്ചാണ് മോദി പ്രസംഗം ആരംഭിച്ചത്. ഒഡീഷയിലെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് വിജയം ഉയർത്തിക്കാട്ടാനാണ് മോദി ഇത്തവണ പുരി ജഗന്നാഥനെ കൂട്ടുപിടിച്ചത്. സംസ്ഥാനത്തെ 21 MP സീറ്റുകളിൽ 20ലും പാർട്ടി വിജയിക്കുകയും നിയമസഭയിൽ ഭൂരിപക്ഷം നേടുകയും ചെയ്തതിന്റെ നന്ദി പ്രകടനമാണ് അതെന്ന് വ്യാഖ്യാനിക്കാമെങ്കിലും രാമനെ സൗകര്യപൂർവ്വം മറന്നത് തികച്ചും അവസരവാദപരമാണ്. ഉന്നാവോയിൽ നിന്നുള്ള കാവ്യവസ്ത്രധാരിയായ ബി ജെ പി MP സാക്ഷി മഹാരാജ് മാധ്യമങ്ങളോട് സംസാരിക്കവേ അയോധ്യയിലെ വോട്ടർമാരെ നന്ദികെട്ടവരായി ചിത്രീകരിച്ചുകൊണ്ട്
ഫൈസാബാദ് ഫലത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചു. അയോധ്യയുടെ ഭൂമി രാമഭക്തരുടെ രക്തത്താൽ ചുവന്നതായി ഞാൻ കണ്ടു. ഈ കൈകൾ കൊണ്ട് ഞാൻ രാമഭക്തരുടെ ശരീരങ്ങൾ വഹിച്ചു. പക്ഷെ എന്തൊരു ദൗർഭാഗ്യം, അതേ അയോധ്യ ഇന്ന് ഒരു ST MP തെരഞ്ഞെടുത്തു എന്നാണ് സാക്ഷി മഹാരാജ് പറഞ്ഞത്. ഫൈസാബാദ് വിജയത്തിന് ശേഷം 9 തവണ MLA-യും മുൻ മന്ത്രിയും ഏറെ ആദരണീയനായ രാഷ്ട്രീയക്കാരനുമായ പ്രസാദിനെതിരെ സോഷ്യൽ മീഡിയയിൽ ജാതീയമായ അധിക്ഷേപങ്ങൾ അലയടിക്കുകയാണ്. ഭരിക്കാൻ അവസരം കിട്ടിയിട്ടും ആ ജയത്തിന്റെ ആത്മാവ് നഷ്ടപ്പെട്ട പോലുള്ള വികാരമാണ് BJP-ക്കാരെ മതിക്കുന്നത്. അയോധ്യയിൽ പ്രതിഷ്ഠിച്ചത് സീതാപതി രാമനല്ല, രാഷ്ട്രീയ രാമനാണെന്ന് ശങ്കരാചാര്യന്മാർ പറഞ്ഞത് ഇങ്ങനെയൊരു വല്ലാത്ത അവസ്ഥയിലാണ് BJP-യെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. രാമ രാമ സ്വയം കൃതാനർത്ഥം എന്നല്ലാതെ എന്തു പറയാൻ.